മറുനാട്ടിക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഞങ്ങളുടെ പുരുഷന്മാരെ കുട്ടികളെ തല്ലി ഓടിച്ച് കൊല്ലാക്കൊല ചെയ്യുക. ഞങ്ങൾക്ക് കുടുംബത്തിനകത്ത് സുരക്ഷിതരാകാൻ കഴിയുന്നില്ല. സ്ത്രീകളുടെ അടുത്തേക്ക് ഉടുതുണി ഇല്ലാതെ സ്ത്രീകളുടെ കുളിമുറി കയറിയൊക്കെ സ്ത്രീകളുടെ അടുത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാർ ഇടിച്ചു കയറി. സ്ത്രീകൾ കുളിമുറിയിൽ നിന്ന് തുണി വാരി പിടിച്ചുകൊണ്ട് ഓടേണ്ട ഗതികേട് വന്നു. എന്താ കാരണം? ഈ നാട്, ഈ കമ്പനി, ഈ നാടിനെ ഉന്മൂലനം ചെയ്ത ഈ കമ്പനി. സമരം ഘടിപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കാരണം ഞങ്ങൾക്ക് 6 വർഷത്തോളമായി ഈ സമരം തുടങ്ങിയിട്ട് അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ വീടുകളിലുള്ള കുടുംബനാഥന്മാരെ തല്ലി ഓടിച്ചിട്ട് രാത്രികാലങ്ങളിൽ പോലീസുകാര് വെറി പൂണ്ട പോലീസുകാർ ഞങ്ങളുടെ വീടുകളിൽ കയറി കുഞ്ഞു കുട്ടികളെ സ്ത്രീകളും കൂടി വാരി പിടിച്ചു പറയുന്ന അവസ്ഥയാണ്. നാടിന് വേണ്ടത് ഈ കമ്പനി, നാട്ടുകാർക്ക് വേണ്ടത് ഈ നാടിന് സ്വച്ഛന്തയിൽ ഓടുന്ന മതമില്ല, ജാതിയില്ല, യാതൊരു ഇതുകൊണ്ടാണ് സ്വച്ഛന്തമായിട്ട് ഓടുന്ന ഈ നാടിനെ അറം പറ്റിച്ചുകൊണ്ട് തല്ലി ഓടിച്ചുകൊണ്ട് ഇതൊരു ജാതിമത രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ആക്കിയ ഈ കമ്പനി ഞങ്ങൾക്ക് ഇനി ഇവിടെ വേണ്ട. ഞങ്ങൾ ഇവരോട് ആദ്യം ആവശ്യപ്പെട്ടത് ഈ കമ്പനി ഇവിടുന്ന് എടുത്തോണ്ട് പോകണമെന്നല്ല, ഇങ്ങനെ ഒരു കമ്പനി വന്നാൽ നല്ലത്. പക്ഷെ എന്തുകൊണ്ട് ഈ കമ്പനി ഇവിടുന്ന് കൊണ്ടുപോകണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് മണമില്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കൂ, ഞങ്ങൾക്ക് മണമില്ലാത്ത രീതിയിൽ അവർ സമ്മതിച്ചില്ല. അനവധി തവണ അവരെ കാൽക്ക പോയി ഞങ്ങൾ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നിയമപരമായിട്ട് നോക്കി, ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞല്ലോ, അവസാനം കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് വീടുകളിൽ നിന്നുള്ള ഗൃഹനാഥന്മാരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങൾ അതിനുശേഷം കൃത്യമായിട്ട് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്ന കോഴിത്തൂവൽ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അയാൾ ഇത് ഞാൻ ഇപ്പൊ തന്നെ പരാതി എഴുതിയേക്കാം എന്നും പറഞ്ഞ് തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞത് അത് കോഴിത്തൂവലല്ല കാക്കത്തൂവലാന്നാ പറഞ്ഞത്. കൃത്യമായിട്ട് ഞങ്ങൾ കൈകൊണ്ട് എടുത്തു കാണിച്ചതാ. അയാൾ പറഞ്ഞ വർത്താനാണ് കോഴിത്തൂവലല്ല കാക്കത്തൂവലാന്ന്. അതിനുശേഷം ഞാൻ വീണ്ടും വിളിച്ചു, സാറേ അത് സാറ് കണ്ടതല്ലേ, പുഴയിൽ നിന്ന് എത്ര മീറ്റർ അകലത്തിലാ, ഒരൊറ്റ കാരണം മതി, ആ പുഴയും കമ്പനിയുമായിട്ട് അളന്ന് നോക്കുക, എത്ര മീറ്റർ അകലത്തിലാണ് പുഴയും കമ്പനിയും ഇരിക്കുന്നത്. അതും പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനം ഇത്ര അടുത്തിരിക്കുന്നുണ്ട് സാറേ, ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പൊല്യൂഷൻ ബോർഡ് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൊല്യൂഷൻ ബോർഡ് ഇത് കമ്പനി അടച്ചു പൂട്ടാൻ പറഞ്ഞിട്ടും കട്ടിപ്പാറ സെക്രട്ടറിയാണ് പറഞ്ഞത് വെള്ളം പരിശോധിക്കാതെ ഇത് പൂട്ടാൻ പറ്റത്തില്ലെന്ന്. അയാളുടെ ഒരു ഒറ്റ റിസൾട്ടിന്റെ ബലത്തിലാണ് 24 മണിക്കൂറിനകം സ്റ്റേ കിട്ടിയ ഈ കമ്പനി വീണ്ടും ഇവര് തുറന്നത്. 6 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു അനുകൂലം ഞങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ വി.ഡി. സതീശ സർക്കാർ. ഞങ്ങൾക്ക് വേണ്ടി MLA-മാര് ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ MLA-മാരും ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നിട്ടും പറയുന്ന അവരെ പോലും MLA-മാര് മുഖ്യമന്ത്രിയെ, കേരള ഗവൺമെന്റിനെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത ഈ കമ്പനി ഇനി ഇവിടെ നിലനിർത്താൻ ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമരം ഘടിപ്പിക്കും. സമരം തീർച്ചയായിട്ടും ഘടിപ്പിക്കും. ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകണമെങ്കിൽ ഈ കമ്പനി അടച്ചു പൂട്ടാതെ സീല് ചെയ്ത് ഇത് ഇവിടുന്ന് ഒരു എന്താ പറയാ അവരുടെ ഒരു ഇരുമ്പ് കമ്പി പോലും അവിടെ ഇല്ല കൊണ്ടുപോയിരിക്കണം, അല്ലാതെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കമ്പനി വന്നു ഒരു തരത്തിൽ ശ്വാസം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. മറുനാട്ടിക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഞങ്ങളുടെ പുരുഷന്മാരെ കുട്ടികളെ തല്ലി ഓടിച്ച് കൊല്ലാക്കൊല ചെയ്യുക. ഞങ്ങൾക്ക് കുടുംബത്തിനകത്ത് സുരക്ഷിതരാകാൻ കഴിയുന്നില്ല. സ്ത്രീകളുടെ അടുത്തേക്ക് ഉടുതുണി ഇല്ലാതെ സ്ത്രീകളുടെ കുളിമുറി കയറിയൊക്കെ സ്ത്രീകളുടെ അടുത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാർ ഇടിച്ചു കയറി. സ്ത്രീകൾ കുളിമുറിയിൽ നിന്ന് തുണി വാരി പിടിച്ചുകൊണ്ട് ഓടേണ്ട ഗതികേട് വന്നു. എന്താ കാരണം? ഈ നാട്, ഈ കമ്പനി, ഈ നാടിനെ ഉന്മൂലനം ചെയ്ത ഈ കമ്പനി ആർക്ക് വേണ്ടിട്ടാ? ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത കമ്പനി ആർക്ക് വേണ്ടിട്ടാ? ഇത് ഗവൺമെന്റിന്റെ സ്ഥാപനമൊന്നും അല്ലല്ലോ, സർക്കാർ സ്ഥാപനമല്ല. പിന്നെ ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു പ്രൈവറ്റ് അധികാരികൾക്ക് ഇത് ആർക്ക് വേണ്ടിട്ടാ ഇത് നടക്കുന്നത്? ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാരും അവരും ഒക്കെ ഉണ്ട്, കൈയിട്ട് വരുന്നേ നാനാവിധ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ കമ്പനി വേണ്ട, നാടിന് വേണ്ട. ഞങ്ങൾ ഒത്തൊരുമയാ. ക്രിസ്ത്യൻ ഇല്ല, മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ജനങ്ങളാ, സ്ത്രീ പുരുഷന്മാർ, ഇതാ ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ വരെയുണ്ട് ഇവിടെ. എന്തിനാ ഈ മഴയത്ത് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്? എന്തിനാ? ഞങ്ങൾക്ക് ഈ കമ്പനി വേണ്ട. നേരെ സന്ധ്യ ആകുമ്പം ഒരു വേനൽക്കാലമായി കഴിഞ്ഞാല് കൂലിപ്പണിക്ക് പോയിട്ട് സന്ധ്യ ആവുമ്പം ഒരു ഭയം കൂടാണ്ട് പുഴയിലേക്ക് ഇറങ്ങി ബക്കറ്റും തുണിയും ഒരു കെട്ട് തുണിയായിട്ട് ഞങ്ങൾ പുഴയിൽ ഇറങ്ങി അലക്കി കുളിക്കാൻ പോകും. 7 മണി, 7:30, 8 മണി സമയത്ത് വരെ ആ പുഴയിൽ അലക്കി കുളിക്കും ഞങ്ങള്. ഒരു ഭയവും വേണ്ട. കാരണം അറിയാം, ഈ നിൽക്കുന്ന എല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാ. അപ്പൊ ഞങ്ങൾക്ക് ആരെയും ഭയക്കണ്ട. അത്രേ സ്വച്ഛന്തമായ നാട് വെട്ടി മുറിച്ച് കീറിക്കളഞ്ഞവര്. ഇപ്പൊ ഞങ്ങൾക്ക് ഭയന്നിട്ട് പുറത്തിറങ്ങത്തില്ല. ഏത് സമയത്ത് തമിഴന്മാരും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപനം നടക്കുന്ന ഈ കമ്പനിക്കുള്ളിലാ. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലുള്ള പിള്ളേരെ അടക്കം ഇവര് കമ്പനിയിലേക്ക് ജോലിക്ക് വിളിച്ചിരുന്നു.
അവസാനം അവരുടെയൊക്കെ പോക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്ത പാൻപരാഗ സിഗരറ്റ് മദ്യക്കുപ്പികള് ആ കമ്പനിക്ക് ചുറ്റും ഒന്ന് പരിധി നോക്കി എത്രയധികം പാൻപരാഗിന്റെ മദ്യക്കുപ്പികളുടെ കൂടാരം അവിടെ ഉണ്ടെന്ന്. അവിടെ ഏറ്റവും കൂടുതൽ മദ്യം മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് വിറ്റഴിയുന്ന സ്ഥലമാണ് ഈ ഫ്രഷ് കിട്ടുന്ന നാറ്റ കമ്പനി.